നമസ്കാരം ചേട്ടാ. എപ്പോഴാണ് ചേട്ടാ ഇത് സംഭവം? ഇത് രാവിലെ 7 മണി കഴിഞ്ഞാൽ നാട്ടുകാർ അറിയുന്നത്. അപ്പോൾ ടാപ്പിങ്ങിനൊക്കെ വന്നൊരു ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ കിടക്കുന്ന കണ്ടത്. നമസ്കാരം. ഞാനിപ്പം നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വൈക്കൽ ഒഴുകുപാറയ്ക്കലാണ്. അപ്പോൾ അതിരാവിലെയാണ് ഇങ്ങനൊരു നാടിനെ ഞെട്ടിക്കുന്നൊരു സംഭവം ഉണ്ടായത്. ഒരു കാറ് ഇപ്പോൾ അഗാധമായ ഒരു ഗർത്തത്തിൽ കത്തിയ നിലയിലാണ് കണ്ടെത്തിയത്. അതിലൊരു യുവാവ് ഉണ്ടായിരുന്നു. യുവാവും കരിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളൊക്കെ വന്ന് മൃതദേഹം ഇപ്പോൾ പോലീസുകാർ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചില്ലുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാണാം. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലും കാണാം. അതിനുശേഷം അവിടെ നിന്ന് താഴെ പോയി ഇവിടെ കത്തുകയായിരുന്നു. ഈ ഒരു ഭാഗത്ത് വീടുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അധികം ആരും ഈ ഒരു സംഭവം അറിയുന്നത്. രാവിലെയാണ് ഈ ഒരു സംഭവം അറിഞ്ഞത്. നമസ്കാരം ചേട്ടാ. എപ്പോഴാണ് ചേട്ടാ ഇത് സംഭവം? ഇത് രാവിലെ 7 മണി കഴിഞ്ഞാൽ നാട്ടുകാർ അറിയുന്നത്. അപ്പോൾ ടാപ്പിങ്ങിനൊക്കെ വന്നൊരു ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ കിടക്കുന്ന കണ്ടത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ആരാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇങ്ങനെ കുറച്ച് ഗ്ലാസ് ഇവിടെ ഉണ്ട്. താഴെ കത്തി കരിഞ്ഞ ഒരു ബോഡിയൊക്കെ ആയിട്ട് കണ്ട്. അങ്ങനെ പോലീസിനെ വിളിച്ചു. മെമ്പറും മറ്റ് നാട്ടുകാരൊക്കെ വന്നാണ് അപ്പോൾ ഇത് എടുത്തത്. ഇവിടെ തൊട്ടടുത്തുള്ള ഒരുപാടൊക്കെ തന്നെ ഉള്ളൊരു പയ്യനാണ്. വിനീഷ് എന്നാണ് പയ്യൻ്റെ പേര്. അച്ഛൻ റോബിൻ മാത്യു എന്ന് പറയുന്നത് അച്ഛൻ കുഞ്ഞെന്നറിയപ്പെടും. അപ്പോൾ ഇതാണ്. അതെ അതെ. ഇവിടുത്തെ ഭാഗം ഇത് മുൻപൊന്നും ഇങ്ങനെ ആക്സിഡൻറ്റോ മറ്റു വിഷയങ്ങളോ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ എന്താണെന്നറിയില്ല. അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് അറിയില്ല. കണ്ടിട്ട് ജമ്പ് ചെയ്ത് താഴെ പോയ ലക്ഷണം പോലെ നമുക്ക് തോന്നുന്നത്. അത് ഇനി വിദഗ്ധരെ പറയാൻ പറ്റത്തുള്ളൂ. ഒന്നും കാണുന്നില്ല. വണ്ടിക്ക് ആ ഫ്രണ്ടൊന്നും രീതിയൊന്നും ഇല കരിഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ചെരുപ്പ് വേറെ കിട്ടിയിട്ടുണ്ട്. അയാളുടെ അല്ലാതെ കൊണ്ട് ഡീസൽ കിട്ടിയിട്ടുണ്ട്. മറ്റൊന്നിനും പിടിച്ചിട്ടില്ല. ലക്ഷണം കാണുന്നില്ല. പയ്യനൊക്കെ സംബന്ധിച്ച് പയ്യന എത്ര കുഴപ്പ കേസുകളോ മദ്യപാനമൊന്നുമില്ല. ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ്. IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഏതൊരു സെഷൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. നല്ല ശമ്പളമൊക്കെ ഉള്ള പയ്യനാണ്. അല്ലാതെ മറ്റു കൂട്ടുകെട്ടുകളോ മദ്യപാനമോ ഒന്നും നാട്ടിലൊന്നും ഇല്ലാത്ത ഒരു പയ്യനാണ്. ഒഴുകുപാറയ്ക്കൽ വടക്കേ. വരുന്നതാണേ. വാ. നമ്മൾ കാറ് കത്തിയ സ്ഥലത്തേക്ക് ഇറങ്ങി പോകണം. ഏകദേശം ഒരു 200 അടി താഴ്ച ഉണ്ടോ ചേട്ടാ? 100 അടി താഴ്ചയുള്ളോ? ഏകദേശം ഒരു 200 അടി നമുക്ക് നിഗമനം വരുത്താം. 200 അടി താഴ്ചയിലേക്കാണ് ഈ ഒരു കാർ കത്തിയതാണ്ട്. ഈ ഇതാണ് റോഡ്. ആ റോഡിൽ നിന്ന് ഏകദേശം 200 അടി താഴ്ചയോളം ഉണ്ട്. ആ സ്പോട്ടിലേക്ക് പോവുകയാണ്. അതെ 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 അതെ. തോമസാൻ്റെ ഇല്ലേ? ഏകദേശം എത്ര വയസ്സ് കാണും പയ്യന്? ചെറുക്കന് 30 വയസ്സിനകത്തേ കാണത്തുള്ളൂ. 30 വയസ്സേ ഉള്ളൂ അല്ലേ? അതിൻ്റെ താഴെ കൂടെ പോകും. അവർ അതിൽ താഴെ കൂടെ പോയാലും നമ്മൾ തിരിച്ച് കയറണം. വലിയ പാടാണ്. മേലിൽ നിന്നാൽ പോരെ. ഒന്നും പോയിട്ടില്ല. വലുതായിട്ടല്ല, ഒന്നും പോയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കാറ് കത്തിയ അദ്ദേഹം ഇതിനുള്ളിൽ തന്നെ ഇരിക്കുമായിരുന്നു അല്ലേ? അതെ അതെ. ഇതിൻ്റെ ബാഗിലോട്ട് ഇങ്ങനെ മറിഞ്ഞ് ഇങ്ങനെ നടന്നേ.
ഉം. അങ്ങനെ ഇങ്ങനെ കവന്ന് നടന്നു വെച്ചാൽ ഞങ്ങൾ രാവിലെ വന്ന് നോക്കുമ്പോഴേ രാവിലെ 7 മണിയായപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ബോഡി ഉള്ളതായിട്ടൊന്നും അറിയില്ല. അന്നേരം നമ്മൾ വെച്ചിനി വേറെ ആരെങ്കിലും കത്തിച്ച് അങ്ങനെ ഇട്ടായിരുന്നോ വണ്ടി മാത്രമേ. പിന്നെ ഇറങ്ങി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇല്ലല്ലേ ഒരു തുണ്ട് കമ്പ് കരിഞ്ഞങ്ങനെ ഇരിക്കുന്നു. അതേപോലെ ഇങ്ങനെ അതെ ഇത് വണ്ടി ഇങ്ങനെ ബാക്ക് അല്ല ഇവിടെയൊന്നും ഒരു ലക്ഷണം ഒരച്ചിലും ഇല്ല. ഏകദേശം നമ്മുടെ ഒരു ആഴം കാണുന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ നിൽക്കുന്നതാണ് ഇവിടുന്നാണ് ഈ റോഡിൽ നിന്ന് താഴേക്ക് മറിയുകയായിരുന്നു. ഈ ഒരൊറ്റ മറിച്ചിനോട് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ കാടിയെത്താൻ വരുമെങ്കിൽ മാത്രമേ ഉള്ളൂ. അവിടെ കിടന്നാൽ ഒന്നും അറിയത്തില്ല. അവിടെ നിന്ന് വെട്ടില്ല, ടാപ്പിംഗ് ഇല്ല, ഒത്തിരി അങ്ങ് വരെ അപ്പോൾ ഇവിടുന്ന് എത്ര മറിഞ്ഞ് മറിഞ്ഞെങ്കിൽ ഇവിടെയൊന്നും ഒരു പാടുമില്ല. ഇത് ഇടിച്ച് ഇവിടെ വന്ന് ഇടിച്ച് കാണും. അവിടെ കിടക്കുന്ന അവിടെ ഗ്ലാസ് പൊട്ടി കിടക്കുന്നു. അതൊന്ന് വന്നിട്ട് പിന്നെ നേരെ അവിടെ നിന്ന് കത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടെ തന്നിട്ടില്ല, എല്ലാം കരിഞ്ഞു നിൽക്കുക. ആ കുത്തിയെടുത്ത് അവിടെ കത്തിയിട്ടുണ്ട്. അവിടുന്ന് നേരെ അവിടെ നേരെ ഇങ്ങ് വീടുമായിരുന്നു. അവിടുന്ന് നേരെ ഇങ്ങ് വീണതാണ്. ഇവിടെ ഇന്നലെ സൗണ്ട് കേട്ടെന്നൊക്കെ പറയുന്നത് ഇപ്പുറത്ത് കോളനിക്കാരൊക്കെ കേട്ടെന്ന് പറഞ്ഞു. എഞ്ചിൻ പൊട്ടത്തില്ല, പെട്രോൾ ടാങ്കൊക്കെ പൊട്ടും. ഇതിൽ 800 ആണെന്ന് തോന്നില്ലയോ? വാഗണർ 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 വണ്ടി എന്താണ് 800 ഇരിക്കണം. കൊല്ലം ജില്ലയിലെ വൈക്കൽ ഒഴുകുപാറയിലെ നാട്ടുകാരെ ആകെ ഞെട്ടിച്ച ഒഴുകുപാറ സ്വദേശിയുടെ മരണത്തിനിടയാക്കിയ ഇതിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. ഇവിടെ അത് ആര് കണ്ടടേ തെറിച്ച് വീണമെന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അയാളെ തന്നെ തീരുമാനിച്ചു. അത് മറ്റേ അവരുടെ മറ്റേ ആ സൈഡിൽ നിന്ന് ഇച്ചിരി കൂടെ കുറേ കൂടെ വിഷ്വൽ കിട്ടും. ഇറങ്ങി തോണ്ടല്ലോ അവിടെ ഇന്നലെ. മൊത്തം കത്തി നശിച്ചു. അവനും കത്തി കരിഞ്ഞില്ല. മുകളിൽ നിന്ന് താഴേക്ക് വീണ വാഹനം ഇവിടുന്ന് 1, 2, 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വീണിട്ട് ഇവിടെ കത്തിയിട്ടുണ്ട്. ഇവിടെ കത്തിയ നിലയിലായിട്ട് കാണപ്പെടുന്നു. അതിന് ശേഷമായിരിക്കാം താഴേക്ക് പോയതെന്നുള്ള നിഗമനം. എടുത്തുകൊണ്ടൊന്ന് വെച്ചേക്കുന്ന നോക്കി ഇവിടുന്ന് ഒരു സ്ഥാനം എടുത്ത് അവിടെ കൊണ്ട് വെച്ചേക്കാം. ഇവിടുന്ന് ചാടി അവിടെ കുത്തി